സുപ്രീം കോടതി വിധി മോദി ഗവൺമെന്റിന്റെ കരണക്കുറ്റിക്കേറ്റ അടിയാണ്. അമിത്ഷായുടെയും മോദിയുടെയും കരണത്തി പാടുകൾ കുറെ കാലമായി അത് കിടക്കും. ഭരണഘടനാ പ്രമാണങ്ങളെയും ഫെഡറൽ തത്വങ്ങളെയും എല്ലാം പുല്ലുപോലെ കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നിഷ്ടം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നീക്കത്തിൽ എല്ലാം മറന്ന് ഭ്രാന്ത് പിടിച്ച് പാഞ്ഞുപോയ ഒരു ഗവൺമെന്റിനോട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു, അങ്ങനെ പോകാൻ പാടില്ല. ഇവിടെ ഭരണഘടനയുണ്ട്, ഇവിടെ നിയമവാഴ്ചയുണ്ട്, ഇവിടെ ഫെഡറൽ പ്രമാണങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം പരിധിക്കകത്തെ നരേന്ദ്രമോദി ആയാലും കൊള്ളാം, അമിത്ഷാ ആയാലും കൊള്ളാം, ആരായാലും പ്രവർത്തിക്കാവൂവെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഈ വിധി തമിഴ്നാട് ഗവർണർക്ക് മാത്രം ബാധകമായ ഒന്നല്ല. തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ ഗവർണർ, കേരളത്തിലെ മുൻ ഗവർണർ, അതുപോലെ ഈ ഗവർണറെ എല്ലാവരെയും കൊണ്ട് ഇഷ്ടംപോലെ എന്തും ചെയ്യിക്കാമെന്ന് വ്യാമോഹിച്ചൊരു ഗവൺമെന്റ് ഉണ്ട് കേന്ദ്രത്തിൽ, മോദി ഗവൺമെന്റ്. ആ ഗവൺമെന്റ് കരുതിയത് അവരുടെ സർവാധിപത്യ വാഴ്ചയുടെ കീഴിലുള്ള ചട്ടുകമാക്കി ഗവർണർമാരെ മാറ്റാമെന്നായിരുന്നു. അങ്ങനെ മാറ്റിക്കൊണ്ട് ഗവർണർമാർ മുഖേന എല്ലാ സംസ്ഥാനങ്ങളുടെയും നിയമസഭകളെ ഇതുപോലെ അടിച്ചമർത്തിക്കൊണ്ട് അവ പാസ്സാക്കുന്ന നിയമങ്ങളെയെല്ലാം പിടിച്ചു വെച്ചുകൊണ്ട് അംഗീകാരം കൊടുക്കാതെ താമസിപ്പിച്ചുകൊണ്ട് ഭരണത്തെ തന്നെ സംരക്ഷിക്കാൻ നീങ്ങുന്ന ഒരു ഗവൺമെന്റിനാണ് ഇതിന്റെ പ്രത്യാഘാതം ഉണ്ടാകുന്നത്. ആ അടി നല്ല അടിയാണ്. പക്ഷെ ഇതുകൊണ്ട് മാത്രം മോദി ഗവൺമെന്റ് ഒരു പാഠം പഠിക്കുമെന്ന് ഞാൻ വ്യാമോഹിക്കുന്നില്ല. മോദി ഗവൺമെന്റ് ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റാണ്. RSSന്റെ ഫാസിസ്റ്റ് നയങ്ങളുടെ എല്ലാം പാഠം പിൻപറ്റുന്ന ഈ ഫാസിസ്റ്റ് ഗവൺമെന്റിന് ഇതുപോലൊരു കോടതി വിധിയുടെ അർത്ഥം മനസ്സിലാകില്ല. അതുകൊണ്ട് ഒരു പാഠം പഠിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇവിടെ ജനാധിപത്യവും ഭരണഘടനയും ഫെഡറൽ തത്വങ്ങളും എല്ലാം സംരക്ഷിക്കാൻ വേണ്ടി നടക്കേണ്ടുന്ന വലിയ പോരാട്ടങ്ങളുണ്ട്. ആ പോരാട്ടങ്ങളിൽ നാളെ ജനങ്ങളുടെ കയ്യിൽ ഈ വിധി ഒരു ആയുധമായിട്ട് മാറും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഈ വിധിയുടെ പേരിൽ ഞാൻ സുപ്രീം കോടതിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ സർവാത്മന അഭിവാദ്യം ചെയ്യുന്നു. വളരെയധികം നന്ദി ശ്രീ ബിനോയ് വിശ്വം സംസാരിച്ചതിന്.